الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ കൽപ്പനകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല ജീവിതവും മരണവും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏത് സന്ദർഭവും കടന്നു വരുന്ന ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ് രോഗവും മരണവും എന്നത്. പലപ്പോഴും ജീവിതത്തിലെ തിരക്കിനിടയിൽ, ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങൾക്കിടയിൽ ഈ രണ്ട് കാര്യങ്ങളും നമ്മളൊക്കെ മറന്നു പോകാറുണ്ട്. അവസാനം അല്ലാഹു തആലയുടെ തീരുമാനം നടപ്പിലാക്കപ്പെടുന്ന സന്ദർഭത്തിൽ ചെയ്യാൻ ബാക്കി വെച്ച അമൽ സ്വാലിഹാത്തുകളെ പറ്റി ഓർക്കുകയും ആ അമലുകൾ ഇനിയൊരവസരം നൽകപ്പെടുകയാണ് എങ്കിൽ നിർവഹിക്കാമെന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു സമയം. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാൾക്ക് മരണം വന്നേക്കുന്നത് വരേക്കും ആ ചിന്ത ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ പിടിപെട്ട് കഴിഞ്ഞാൽ ഖാല റബ്ബി ഇർജിഊൻ, റബ്ബേ ജീവിതത്തിലേക്ക് എന്നെ ഒന്ന് മടക്കി അയക്കൂ എന്ന് വിലപിച്ചുകൊണ്ട് കരയുമെന്നാണ്. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, ഞാൻ നിർവഹിക്കാൻ ബാക്കി വെച്ച ഉപേക്ഷിച്ച അമൽ സ്വാലിഹാത്തുകൾ ഞാൻ നിർവഹിച്ചു കൊള്ളാം. ഇതെല്ലാവരുടെയും ജീവിതത്തിൽ
അവസാന സന്ദർഭത്തിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, മാരകമായ അസുഖങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അമൽ സ്വാലിഹാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ അങ്ങനെയുള്ള രോഗങ്ങൾ വന്ന ആളുകൾ അവരെ ശുശ്രൂഷിക്കുന്നതിനോ അവരെ പരിചരിക്കുന്നതിനോ അവരുമായി അടുത്തിടപഴകുന്നതും ഇസ്ലാം വലിയ പുണ്യകർമ്മമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആധുനിക സമൂഹം ജീവിതത്തിന്റെ തിരക്കിനിടയിൽ സ്വന്തം രക്തബന്ധമുള്ളവർക്ക് പോലും മരണമാസന്നമായ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്ന് സന്ദർശിക്കാൻ മറന്നു പോകുന്നവരാണ് നമ്മൾ. നാളെയാകാം പിന്നെയാകാം എന്ന് മാറ്റിവെച്ച് അവസാനം അവരുടെ മരണവാർത്ത കേൾക്കുന്നേരം വരെ നമ്മളുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. സഹോദരങ്ങളെ, സന്ദർശനങ്ങൾക്ക് ഇസ്ലാം വലിയ പുണ്യമാണ് കൽപ്പിച്ചിട്ടുള്ളത്. അത് ഏത് സന്ദർശനം? പ്രത്യേകിച്ചും രോഗികളായി കിടക്കുന്ന ആളുകളെ ബാധ്യതയുള്ള സന്ദർശനമായിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഹഖ്ഖുൽ മുസ്ലിം അലൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് 6 ബാധ്യതകളുണ്ട്. അതിലൊന്ന് ഇദാ ലഖീത ഫസല്ലിം അലൈഹി. ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ അവനോട് സലാം ചൊല്ലുക എന്നത് ബാധ്യതയാണ്. വഇദാ ദഅാക ഫഅജ്ബുഹു. രണ്ടാമത് പ്രവാചകൻ പഠിപ്പിച്ചു, നിന്നെ ഭക്ഷണത്തിന് വേണ്ടി ഒരാൾ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുക എന്നത് നിന്റെ ബാധ്യതയാണ്. വഇദാ ഇസ്തൻസഹക ഫൻസഹ് ലഹു. നിന്നോട് ആരെങ്കിലും മതപരമായ വിഷയത്തിൽ ഉപദേശം ചോദിച്ചാൽ, ഉപദേശം തേടിയാൽ അയാളെ ഉപദേശിക്കുക എന്നത് നിന്റെ മേൽ ബാധ്യതയുണ്ട്. വഇദാ അത്തസ ഫഹമിദല്ലാഹ് ഫസമ്മിത്ഹു. നിങ്ങളുടെ കൂട്ടുകാരൻ തുമ്മി അതിനുശേഷം അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് മറുപടിയായി യർഹമുക്കുമുല്ലാഹ് എന്ന് ചൊല്ലുന്നത് ബാധ്യതയാണ്. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, വഇദാ മരീദ. നിങ്ങളുടെ സഹോദരൻ, ഒരു മുസ്ലിം സുഹൃത്ത് രോഗിയായി കഴിഞ്ഞാൽ ഫഉദുഹു, നിങ്ങൾ അവനെ സന്ദർശിക്കുക. വഇദാ മാത. നിങ്ങളുടെ കൂട്ടുകാരൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഫത്തബിഉഹു, അവന്റെ ജനാസയെ പിന്തുടരുക. ഇങ്ങനെ 6 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയായി, നിർവഹിക്കപ്പെടേണ്ട ബാധ്യതയായി പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇതിൽ പലതും നമ്മൾ മറന്നു പോകുന്നുണ്ട്. മറ്റൊരിക്കൽ പ്രവാചകൻ പഠിപ്പിച്ചു, അത്തഇമുൽ ജാഇഅ. വിശക്കുന്നവന് ഭക്ഷണം നൽകുക. വഊദുൽ മരീള. രോഗികളെ നിങ്ങൾ സന്ദർശിക്കുക. വഫുഖു അൽ ആനി. ബന്ധനസ്ഥനായി നിൽക്കുന്ന ഒരു അടിമയെ മോചിപ്പിക്കുക. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കൽപ്പനയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല സുന്നത്തായി പഠിപ്പിച്ച ഒരു കാര്യമാണ് രോഗികളെ സന്ദർശിക്കുക. രോഗമല്ലാതെ സാധാരണ ജനങ്ങളെ സന്ദർശിക്കുന്നത് തന്നെ ഇസ്ലാമിന് വലിയ പുണ്യമാണ്. പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സന്ദർശിക്കുന്നത് അള്ളാഹുവിന്റെ പേരിലാണെങ്കിൽ അതിൽ പുണ്യമുണ്ട്. നമ്മൾ സന്ദർശിക്കുന്ന വീട്ടിലേക്ക് സമ്മാനങ്ങൾ കൊണ്ടുപോകുന്നതിൽ നമുക്ക് പുണ്യമുണ്ട്. പരസ്പരം ഭക്ഷണത്തിന് ക്ഷണിക്കുന്നതിന് പുണ്യമുണ്ട്. അത് സാധാരണയാണെങ്കിൽ, ഒരു രോഗിയാണെങ്കിലോ അതിനേറെ പുണ്യമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രോഗികളെ സന്ദർശിക്കാനും അതിനുവേണ്ടി സമയം കണ്ടെത്താനും നാം പരിശ്രമിക്കേണ്ടതുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, രോഗികളെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ചില മര്യാദകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാട്ടുവർത്തമാനം പറഞ്ഞു വരികയല്ല, മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗമുണ്ടായാലും അതുപോലെ രോഗികളെ സന്ദർശിച്ചു കഴിഞ്ഞാൽ രോഗികൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുആദിറു സഖമ. ലോകത്തിന്റെ നാഥ, ജനങ്ങളുടെ രക്ഷിതാവേ, ഈ പ്രശ്നം, ഈ ബുദ്ധിമുട്ട് നീ അകറ്റേണമേ. കാരണം രോഗങ്ങൾക്ക് ശിഫ നൽകുന്നവൻ നീ മാത്രമാണ്. എന്ത് അസുഖങ്ങൾ ഉണ്ടെങ്കിലും ആ അസുഖം മാറ്റാൻ കഴിവുള്ളവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല.
മറ്റൊരു ശക്തിക്കോ മറ്റൊരു കേന്ദ്രത്തിനോ രോഗം മാറ്റാനുള്ള ശിഫ നൽകാനുള്ള കഴിവില്ല എന്നത് വസ്തുതയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യം ഹലാലായ മാർഗത്തിലുള്ള ചികിത്സ തേടാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ചികിത്സ തേടണം. കാരണം എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോ രോഗത്തിന് മരുന്നുണ്ട്, അതുകൊണ്ട് മരുന്ന് തേടാം. ഒന്നാമതായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, ശിഫക്ക് വേണ്ടി തേടുക, അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക. രണ്ടാമതായി ചികിത്സിക്കുക. അതല്ലാത്ത മാർഗങ്ങൾ, ഇന്ന ശക്തിക്ക് രോഗം മാറ്റാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നതോടുകൂടി ഒരു മുസ്ലിമിന്റെ വിശ്വാസം ബാത്തിലാകാം. അതുകൊണ്ട് സഹോദരന്മാരെ, സന്ദർശന വേളയിൽ രോഗികൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹുവേ, നീ ശിഫ നൽകണേ, കാരണം നീയാണ് ഷാഫി, രോഗം മാറ്റുന്നവൻ. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ. അല്ലാഹുവേ, നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫയും ഈ ലോകത്ത് ഇല്ല നാഥ എന്ന് പറഞ്ഞുകൊണ്ട് ലാ യുആദിർ സഖമ, ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നിനക്കല്ലാതെ കഴിവില്ല നാഥ എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? നമുക്ക് രോഗം വന്നാലും പ്രാർത്ഥിക്കാം, നമ്മുടെ ആർക്ക് രോഗം വന്നാലും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാം, പ്രത്യേകിച്ചും രോഗിയെ സന്ദർശിച്ചുകൊണ്ട്. ഇനി രോഗികളോ വല്ലാതെ പ്രയാസം ഉണ്ടായാൽ പോലും ഒരിക്കലും ആ പ്രയാസത്തിന്റെ പേരിൽ ക്ഷമിക്കാതിരിക്കാൻ പാടില്ല. ക്ഷമ എന്നത് ഒരു സത്യവിശ്വാസിയുടെ ഈമാനിന്റെ ഭാഗമാണ്. ചില ആളുകൾ വല്ലാതെ അങ്ങോട്ട് മരണം ആഗ്രഹിച്ചു പോകും. ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. ഒരു സത്യവിശ്വാസിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അയാൾ മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. ഇനി അയാൾക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അയാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. എന്താ? അല്ലാഹുവേ, എനിക്ക് ഖൈറായിട്ടുള്ളത് ജീവിതമാണെങ്കിൽ എന്നെ ജീവിപ്പിക്കണമേ. എനിക്ക് ഖൈറായിട്ടുള്ളത് മരണമാണെങ്കിൽ എനിക്ക് മരണം പ്രദാനം ചെയ്യണേ. ഇങ്ങനെ അത് മാക്സിമം ക്ഷമിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ ആ പ്രാർത്ഥനയും നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോ ക്ഷമിക്കാനും സഹിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ, നമ്മൾ എത്രത്തോളം സഹിക്കുന്നുവോ ക്ഷമിക്കുന്നുവോ അത്രത്തോളം പ്രതിഫലമുണ്ട്. ഇന്ന സ്വാലിഹീന യുശദ്ദിദു അലൈഹിം. സന്മാർഗികളായ ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകൾ, അവർക്ക് പരീക്ഷണം ശക്തമായിരിക്കുമെന്നാണ്. ഒരു മുസ്ലിമിന് ഒരു മുള്ളു തട്ടിയാൽ പോലും ഇനി ഒരു മുള്ളല്ല, അതിനപ്പുറം എത്ര വലിയ പരീക്ഷണം ഉണ്ടെങ്കിൽ പോലും അതിന്റെ പേരിലൊന്നും അവന്റെ പാപങ്ങൾ മായ്ക്കപ്പെടാതിരിക്കുകയില്ല. അപ്പൊ ഓരോ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും, അത് രോഗമാവട്ടെ രോഗമല്ലാത്തതാവട്ടെ, എന്താണെങ്കിലും ശരീരത്തിൽ ചെറിയൊരു സൂചി കുത്തുന്ന വേദനയുണ്ടെങ്കിൽ പോലും അതിന് പകരമായി നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. അപ്പോ അസുഖങ്ങളുടെ മൂർച്ച വർദ്ധിക്കുന്നതിനനുസരിച്ച് വലിയ വലിയ പാപങ്ങളുടെ എണ്ണം അല്ലാഹു തആല നമുക്ക് ശുദ്ധീകരിക്കുന്നതാണ്. പാപങ്ങൾ ശുദ്ധീകരിക്കൽ മാത്രമല്ല, നന്മയുടെ കാര്യത്തിൽ അയാളുടെ ദറജ, പദവി ഉയർത്തപ്പെടുകയും ചെയ്യും. അസുഖമുണ്ട് എങ്കിൽ ക്ഷമിച്ചു കഴിഞ്ഞാലുള്ള പ്രതിഫലാണ് പറയുന്നത്. നമ്മുടെ പാപങ്ങൾ വായിക്കപ്പെടും, അതുകൂടാതെ പുണ്യങ്ങളുടെ ദറജ ഉയർത്തപ്പെടും. മൂന്നാമതായി നമ്മുടെ രോഗത്തിനുള്ള ശിഫ അള്ളാഹു ഉദ്ദേശിച്ചാൽ നൽകുകയും ചെയ്യുമെന്നാണ്. അപ്പൊ ക്ഷമ എന്ന് പറഞ്ഞത് ഈമാനിന്റെ ഭാഗമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല, അള്ളാഹ് പറയുന്നതായിട്ട്, ഇബ്നു ആദം ഇൻ സബർത വഹ്തസബ്ത ഇൻദ സദമത്തിൽ ഊല. മനുഷ്യരെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ
ആദ്യഘട്ടത്തിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ ലം അർദിലക സവാബൻ ദൂനൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമാണ് അതിനുള്ള പ്രതിഫലമായി നൽകപ്പെടാനിരിക്കുന്നത്. നോക്കൂ, ക്ഷമിക്കുക എന്നത് ആദ്യഘട്ടത്തിലാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കോ നമ്മുടെ കൂട്ടുകാർക്കോ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടവർക്കോ മാരകമായ അസുഖം അത് ടെസ്റ്റിലൂടെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കാൻ സാധിക്കും. അങ്ങനെ ക്ഷമിക്കാൻ നമുക്കും കഴിയണം, രോഗികൾക്കും കഴിയേണ്ടതുണ്ട്. ഇനി ഒരാൾ മരണമാസന്നമായി കഴിഞ്ഞാൽ കൂടെയുള്ള ആളുകൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നാട്ടുവർത്തമാനം പറയാതെ അല്ലെങ്കിൽ മരണപ്പെടാൻ പോകുന്ന വ്യക്തിയെ കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളിൽ മരണം ആസന്നമായ വ്യക്തികൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. കാരണം മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ഒരു മനുഷ്യന്റെ അവസാനമായി നാവിൽ നിന്ന് വരുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ് എങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. നോക്കൂ, സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാനദണ്ഡമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ജീവിതകാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ച് ജീവിക്കുക. അങ്ങനെ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടി ചൊല്ലാൻ സാധിച്ചാൽ, ഈമാനോട് കൂടി ചൊല്ലാൻ സാധിച്ചാൽ സ്വർഗമുണ്ട് എന്നാണ്. ഇനി മരണപ്പെട്ടു കഴിഞ്ഞാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെ ചെയ്യണമെന്ന് പഠിപ്പിച്ചു. മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കടന്നു ചെന്നു. മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നുണ്ട്. ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ അബീ സലമ, അബൂ സലമ മരണപ്പെട്ടപ്പോ ആ സ്ഥലത്തേക്ക് റസൂലുള്ളാഹി കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നു. കണ്ണുമെല്ലാം അടച്ചു കൊടുത്തു. ഒരു മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ആദ്യം ചെയ്യേണ്ട പണി കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ അത് മെല്ലെ അടച്ചു കൊടുക്കണം. കാരണം ആ സമയത്ത് ചൂടോട് കൂടി അടച്ചിട്ടില്ല എങ്കിൽ പിന്നെ കണ്ണ് അടക്കാൻ കഴിയില്ല, തുറന്നുകൊണ്ടായിരിക്കുമെന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റൂഹ ഇദാ ഖുബിള തബിഅഹുൽ ബസർ, ഒരു വ്യക്തി, ഒരു ആത്മാവ് പിടികൂടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ അവന്റെ കണ്ണുകളും പിന്തുടരുന്നതാണ്. സമയത്ത് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ആളുകൾ കരയുന്ന ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. കാരണം മരണ വീടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ ലാ തദഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈർ. നിങ്ങൾ നല്ലതല്ലാതെ പറയരുതോ, കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മരണപ്പെട്ട വീട്ടിൽ നിന്ന് എന്ത് പറഞ്ഞാലും അതിനൊക്കെ മലക്കുകൾ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നല്ലത് മാത്രം പറയാം. എന്താ നല്ലത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് അബൂ സലമക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ നല്ല വർത്തമാനം എന്ന് പറഞ്ഞാൽ മോശമല്ലാത്തതെല്ലാം നല്ലതല്ല. മരണ വീട്ടിൽ മോശമല്ലാത്തതെല്ലാം നല്ലതാണ് എങ്കിൽ നമുക്ക് എന്തും പറയാം. മരണ വീട്ടിൽ ശരിക്കും നിശബ്ദത പാലിക്കണം. ഒരു ശബ്ദം ഉണ്ടാവാൻ പാടില്ല. എന്തെങ്കിലും ശബ്ദമുണ്ട് എങ്കിൽ അതെന്ത് മാത്രമാണ്? മരിച്ച മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ്. അല്ലാഹുമ്മ അഗ്ഫിർ ലി അബീ സലമ, അല്ലാഹുവേ നീ അബൂ സലമക്ക് പൊറുത്തു കൊടുക്കണേ. വർഫഉ ദറജതഹു, അദ്ദേഹത്തിന്റെ പദവി നീ ഉയർത്തി കൊടുക്കണേ. ആരുടെ കൂടെ? ഫിൽ മഹ്ദിയീൻ, സന്മാർഗികളുടെ കൂടെ, സദ്വൃത്തരുടെ കൂടെ അദ്ദേഹത്തിന്റെ പദവി നീ ഉയർത്തണമേ. വഖ്ലഫു ഫീ അഖ്ബിഹി ഫിൽ അബ്രി, അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്ക് അദ്ദേഹത്തെക്കാൾ നല്ല പകരക്കാരനെ നീ നൽകണേ. വഗ്ഫിർ ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു നൽകണമേ. വലഹു, അദ്ദേഹത്തിനും നീ പുറത്തു കൊടുക്കണേ. യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ നാഥ. വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി, അദ്ദേഹത്തിന്റെ ഖബറിൽ നീ വിശാലത നൽകണേ. വനവ്വിർ ലഹു ഫീഹി, അദ്ദേഹത്തിന്റെ ഖബറിടത്തിൽ നീ പ്രകാശം നൽകണേ. അങ്ങനെ തുടങ്ങി എല്ലാ ആശയവും ഒതുങ്ങുന്ന രൂപത്തിൽ മനോഹരമായ ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അത് മാത്രമേ മരിച്ച വീട്ടിൽ ശബ്ദമായി ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ മരിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. പക്ഷെ ഇന്നത്തെ സമൂഹം മാറി. ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്ത കാര്യങ്ങൾ,
തെറ്റാണെന്ന് പഠിപ്പിച്ച കാര്യം മരിച്ച വീട്ടിൽ ഇങ്ങനെ അനാവശ്യ സംസാരം. കാരണം പല ബന്ധുക്കളിൽപ്പെട്ട ആളുകൾ ആദ്യമായിട്ട് കാണാതിരിക്കാൻ അവരെന്ത് ചെയ്യും, നാട്ടിലുള്ള സർവ്വ വർത്താനം ഒരു ഭാഗത്ത് മൂലയിൽ നിന്ന് പറയും. അവിടെ വെച്ച് വേണ്ട സഹോദരന്മാരെ, കാരണം മരണ വീടുകൾ നിശബ്ദമാകണം. ഇനി അതൊന്നില്ലെങ്കിൽ ഇസ്ലാം വിരോധിക്കപ്പെട്ട രൂപത്തിലുള്ള ഖുർആൻ പാരായണം പോലെയുള്ള തിന്മകൾ മറ്റൊരു ഭാഗത്ത്. ഖുർആൻ പാരായണം എന്നത് തിന്മയല്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദമാകണമെന്ന് പറയുന്ന സ്ഥലത്ത് പാരായണം ചെയ്യപ്പെടുമ്പോ അത് പ്രശ്നമാണ്, അത് വിദ്അത്തായി മാറും. എന്നാൽ ഒരു വീട്ടിൽ സ്ഥിരമായ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, അയാളുടെ വാപ്പ മരണപ്പെട്ടു എന്ന കാരണത്താൽ ആ ഖുർആൻ പാരായണം അയാൾ മുടക്കേണ്ടതില്ല. അയാൾക്ക് തുടർന്നും മരിച്ച ദിവസവും അല്ലാത്ത ദിവസവും ഖുർആൻ പാരായണം ചെയ്യാം. പക്ഷേ മരിച്ചതിന്റെ പേരിൽ മാത്രം കുറെ ആളുകൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് അത് ഇസ്ലാമികമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദമാകണമെന്ന് പഠിപ്പിച്ചതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സ്വഹാബത്ത് പഠിപ്പിച്ചു, മയ്യത്തിനെ വെള്ള തുണി കൊണ്ട് മൂടിക്കൊടുക്കണം. ഏതെങ്കിലും തുണി കൊണ്ടെങ്കിലും മൂടിക്കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ അങ്ങനെ മൂടപ്പെട്ടു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതുപോലെ മരിച്ച വാർത്ത കേട്ട് കഴിഞ്ഞാൽ, വേറെ എന്തെങ്കിലും അപകട വാർത്ത കേട്ട് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഉമ്മു സലമ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആർക്കെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചു കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ പറഞ്ഞാൽ, ഇന്നാ ലില്ലാഹി, തീർച്ചയായും ഞങ്ങൾ അല്ലാഹുവിനുള്ളതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവിലേക്കാണ് ഞങ്ങളുടെ മടക്കം. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി, അല്ലാഹുവേ വല്ലാത്തൊരു മുസീബത്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിട്ടുള്ളത്, ഈ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് നീ പ്രതിഫലം നൽകണേ അല്ലാഹ്. വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അല്ലാഹുവേ ഈ പ്രയാസം എന്ത് കാരണത്താലാണ് ഞങ്ങൾക്കുണ്ടായത്, അതിന് പകരമായി ഞങ്ങൾക്ക് പകരമായത് നൽകണേ എന്ന് ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല അഖ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹാ, അയാൾക്ക് അതിനേക്കാളും ഖൈറായത് അല്ലാഹു തആല പകരമായി നൽകുമെന്ന്. അപ്പൊ പകരം നൽകാൻ ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥന. നമ്മളും ആ പ്രാർത്ഥന മനസ്സിൽ ഉറപ്പിച്ചു നിൽക്കുന്ന രൂപത്തിൽ പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ ക്ഷമിക്കാൻ കഴിയണം. വീണ്ടും നേരത്തെ നമ്മൾ രോഗി ക്ഷമിക്കേണ്ട ആവശ്യം പറഞ്ഞു. ഇനി നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാലോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ക്ഷമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗ്ഗമുണ്ട്. രോഗിക്ക് രോഗമുണ്ടായാൽ ക്ഷമിച്ചാൽ സ്വർഗ്ഗമുള്ളത് പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലുല്ലാഹു തആല, അല്ലാഹു തആല പറയാണ്, മാലി അബ്ദിൻ മുഅ്മിനിൻ ഇൻദി ജസാഉൻ, ഒരു സത്യവിശ്വാസിയായ ഒരു അടിമക്ക് പ്രതിഫലമുണ്ട്. എങ്ങനെ? ഇദാ ഖബദതു സഫിയഹു മിൻ അഹ്ലി ദുനിയ, ദുനിയാവിൽ അയാൾക്ക് പ്രിയപ്പെട്ട ഒരാളുടെ ആത്മാവിനെ നാം പിടിച്ചു, അയാൾ മരണപ്പെട്ടു. സുമ്മ ഇഹ്തസബഹു, അതിന്റെ പേരിൽ അയാൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ, പ്രതിഫലം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്തുണ്ട്? ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല, അയാൾക്കും സ്വർഗമുണ്ട്. അപ്പോ നമ്മുടെ വീട്ടിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആർത്തട്ടഹസിച്ച് കരയാതെ ക്ഷമിച്ചും സഹിച്ചും നിന്നുകൊണ്ട് അതിനുള്ള പ്രതിഫലം കാക്ഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം സ്വർഗമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹ് പറയുന്നതായി നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖിക്കുന്ന സമയത്ത് പോലും ക്ഷമ അവലംബിച്ചുകൊണ്ട് മാന്യമായി പെരുമാറണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ഈ മേഖലയിലൊക്കെ ഇന്നത്തെ നമ്മുടെ സമൂഹം വളരെ മോശമായ രൂപത്തിലാണ് മരണ വീടുകളിലെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെങ്കിലും ഇസ്ലാമികമായി ജീവിക്കുന്ന നമ്മളെങ്കിലും ജീവിക്കുമ്പോൾ മുസ്ലിമായി ജീവിച്ചതുപോലെ തന്നെ മരിക്കുന്ന സന്ദർഭത്തിലും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബാംഗങ്ങളുടെയും വീടകങ്ങളിൽ ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു തആല അങ്ങനെ പരിപൂർണമായി മുസ്ലിമായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു തആലയെ അനുസരിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം നയിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു മരണവാർത്ത കേട്ട് കഴിഞ്ഞാൽ
ഇസ്തിർജാ ചൊല്ലണമെന്നും ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടവരാണ് എങ്കിൽ ദുഃഖത്തിന്റെ പേരിൽ ക്ഷമിക്കണമെന്നും ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് എങ്കിൽ പലപ്പോഴും ദുഃഖത്തെ കടിച്ചമർത്താൻ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അങ്ങനെ ദുഃഖം മനസ്സിലൊതുക്കി കരയുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ബിദംഇൽ ഐനി. ഒരാൾ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കരയുന്നത് കൊണ്ട് വിരോധമില്ല, അതുകൊണ്ട് അള്ളാഹ് ശിക്ഷിക്കൂല. വലാ ബിഹുസ്നിൽ ഖൽബ്. ഹൃദയത്തിൽ വേദനയുള്ളത് കൊണ്ടും ഒരിക്കലും അല്ലാഹു തആല അയാളെ ശിക്ഷിക്കുകയില്ല. വലാകിൻ യുഅദ്ദിബു ബിഹാദാ. പക്ഷെ അല്ലാഹു തആല ഇതുകൊണ്ട് ശിക്ഷിക്കും. വയർഹമു. ഇതുകൊണ്ട് അല്ലാഹു തആലയുടെ കരുണ കിട്ടും. ഏതുകൊണ്ട്? വഅശാറ ഇലാ ലിസാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഹൃദയം കൊണ്ട് കരയുന്നത് കൊണ്ട്, കണ്ണീര് കൊണ്ട് കരയുന്നത് കൊണ്ട് വിരോധമല്ല, നാവ് കൊണ്ട് കരയുന്നത് അത് പ്രശ്നമാണ്. ആർത്തഹസിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ പറയാണ്, അഖദ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ഞങ്ങളോട് കരാർ വാങ്ങിയിട്ടുണ്ട്. എന്ത്? അൻലാനൂഹ. ആർത്തഹസിച്ച് വിലപിച്ചുകൊണ്ട് കരയുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യരുതെന്ന് ഞങ്ങളോട് കരാർ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ വാങ്ങിയത് എന്തിനാ? സ്ത്രീകളോടാണ് പറഞ്ഞത്. സ്ത്രീകൾ അങ്ങനെ പെട്ടെന്ന് ദുഃഖം വന്നു കഴിഞ്ഞാൽ അവർ പരിസരം മറന്നുകൊണ്ട് കരയാൻ സാധ്യതയുണ്ട് എന്നാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങളിൽ നമ്മിൽപ്പെട്ടവനല്ല, ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല, മൻ ദറബൽ ഖുദൂദ് ഔ ശക്കൽ ജിയൂബ്. മുഖത്തും നെഞ്ചിലും ആർത്തട്ടഹസിച്ചുകൊണ്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞിരിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വസ്ത്രം ഇങ്ങനെ കീറിപ്പറിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അല്ലെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിൽ മരിച്ച വ്യക്തിയുടെ സൽഗുണങ്ങളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഉറക്കെ വിളിച്ച് വിലാപ പ്രകടനം നടത്താറുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്നവരും നമ്മിൽപ്പെട്ടവരല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതുകൊണ്ട് നല്ലത് മാത്രം പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഒരു മയ്യത്തിനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജ്ബത്ത്, നിർബന്ധമായി. മറ്റൊരിക്കൽ സ്വഹാബത്ത് ഒരു മയ്യത്തിനെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജ്ബത്ത്, നിർബന്ധമായി. സ്വഹാബത്ത് ചോദിച്ചു, എന്ത് റസൂലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരു മയ്യത്തിനെ പുകഴ്ത്തിയാണ് സംസാരിച്ചതെങ്കിൽ അയാൾക്ക് സ്വർഗം നിർബന്ധമായി, ഇകഴ്ത്തിയിട്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ നരകം നിർബന്ധമായി. നോക്കൂ, എത്ര സുന്ദരമാണ് ഇസ്ലാമിക ദർശനം. ഒരു മരിച്ച വീട്ടിൽ എങ്ങനെ ഒരു മനുഷ്യൻ കുടുംബാംഗം പെരുമാറണമെന്നും ഏതൊക്കെ രൂപത്തിൽ അയാളുടെ സമ്പർക്കം പുലർത്തണമെന്നും ഇത്ര മനോഹരമായി പഠിപ്പിക്കപ്പെട്ട മറ്റൊരു ദർശനവുമില്ല. ശാന്തവും സമാധാനവുമായിരിക്കണം. അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, മരിച്ച വ്യക്തിയുടെ കുടുംബങ്ങൾ ദുഃഖാർത്തരായിരിക്കും, അവർക്ക് ഭക്ഷണം നൽകണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്നഊലി ആലി ജഅഫർ. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ പറയാണ്, നിങ്ങൾ എന്റെ വാപ്പ മരിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ജഅഫർ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പഠിപ്പിച്ചു. എന്തുകൊണ്ടാണ്? അവർക്ക് ദുഃഖം ഉണ്ടാവും. അത് എത്ര ദിവസമാകാം? 3 ദിവസമാകാം. 3 ദിവസം വരെ മരിച്ച വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അതിനാണ് ഇസ്ലാമിൽ തഅസിയത്ത് എന്ന് പറഞ്ഞത്. തഅസിയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മൻ അസാ മുസാബൻ ഫലഹു മിസ്ലു അജ്റുഹു. ആരെങ്കിലും മുസീബത്ത് ബാധിച്ച ഒരാൾക്ക്, മുസീബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബന്ധുക്കൾ മരണപ്പെട്ട ആർക്കെങ്കിലും ഭക്ഷണം നൽകി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തഅസിയത്ത് ആശ്വാസം നൽകി കഴിഞ്ഞാൽ, അയാൾക്ക് ആ പ്രയാസം അനുഭവിച്ച വ്യക്തിക്ക് ഒരു പ്രതിഫലം ഉണ്ടല്ലോ, ആ പ്രതിഫലം അയാൾക്ക് ലഭിക്കുമെന്നാണ്. മൻ അസാ അഖാഹു ബി മുസീബത്തിൻ. മുസീബത്ത് ബാധിച്ച ഒരു വ്യക്തിയെ ഒരാൾ തഅസിയത്ത് നടത്തി കഴിഞ്ഞാൽ, കസാഹുല്ലാഹു മിൻ ഹുലലിൽ കറാമത്തി യൗമൽ ഖിയാമ. അന്ത്യനാളിൽ മാന്യതയുടെ നല്ല ഉടയാടകൾ അല്ലാഹു തആല അയാൾ അണിയിക്കുന്നതാണ്. അപ്പോ നമ്മുടെ അയൽപ്പക്കത്ത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ തഅസിയത്തിന് നമ്മൾ പോകണം. തഅസിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമാശ്വസിപ്പിക്കലാണ്. ആ കുടുംബത്തെ ആശ്വസിപ്പിക്കണം. ഭക്ഷണം വെക്കാനുള്ള മാനസികമായ ഒരു അവസ്ഥയിലായിരിക്കില്ല അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അത് എത്ര ദിവസം വരെ ആകാം? 3 ദിവസം വരെ ആകാം.
അതാണ് തൗസിയത്ത്. പക്ഷെ അതിന്റെ പേരിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് മൂന്നാമത്തെ ദിവസം കുറെ ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ആ മരിച്ച വീട്ടിലെ മരണം പോലും മറന്നുകൊണ്ടുള്ള ഭക്ഷണ വിതരണവും ഭക്ഷണം വിളമ്പലും അത് ഇസ്ലാമികമല്ല. അതിനവർ തെളിവ് പിടിക്കുന്നത് ഈ തൗസിയത്താണ്. ഇനി തൗസിയത്ത് തന്നെ നിർബന്ധമൊന്നുമില്ല. മരിച്ച വീട്ടുകാർക്ക് സ്വാഭാവികമായി ഭക്ഷണം പാചകം ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ട് എങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം അവരുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതിലും വിരോധമല്ല. മറ്റുള്ളവർ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഇങ്ങനെയുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഫീലിംഗ്, മനസ്സിന്റെ ഒരു ചിന്തകൾ ഉണ്ടാവുന്ന സമയമാണ് മരണ വീടുമായി ബന്ധപ്പെട്ട്. എങ്ങനെങ്കിലൊക്കെ മരിച്ച വ്യക്തിക്ക് കുറെ പ്രതിഫലം കിട്ടണമെന്ന് സ്വാഭാവികമായിട്ടും മക്കൾ ആഗ്രഹിച്ചു പോകും, ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആഗ്രഹിച്ചു പോകും. ആ ആഗ്രഹം ഇസ്ലാം പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ അത്രയും പ്രതിഫലം മയ്യത്തിന് ലഭിക്കും, യാതൊരു പ്രശ്നവുമില്ല. അതിനപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ആ പ്രവർത്തനം കൊണ്ട് നന്മ മാത്രമല്ല, ഒരുപക്ഷെ കുറ്റകരമായ പ്രവൃത്തി വരെ, വിദഅത്ത് വരെ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉള്ളതായി നിർവഹിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു തആല സുന്നത്തുകൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു തആല നമുക്കേവർക്കും കഴിവും അറിവും നൽകുമാറാവട്ടെ. റഹ്മാനായ അല്ലാഹ്, ഒരുപാട് ആളുകൾ പല രൂപത്തിലും പ്രയാസം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ, ശാരീരികമായി ബുദ്ധിമുട്ടുന്നവർ, കുടുംബപരമായും സാമൂഹികമായൊക്കെ പ്രയാസപ്പെടുന്നവർ. റഹ്മാനായ അല്ലാഹ്, അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും, ഞങ്ങളുടെ ഭാര്യമാരെയും, ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും, ഞങ്ങളുടെ മക്കളെയും, ഞങ്ങളുടെ സന്താനങ്ങളെയും, ഞങ്ങളുടെ സഹോദരങ്ങളെയും, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അർഹമുറാഹിമായ അല്ലാഹ്, ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മരണത്തിലെ പ്രയാസം, ഖബറിലെ പ്രയാസം, മഹ്ശറിലെ പ്രയാസം, എല്ലാറ്റിലും ഉപരി നരകമെന്ന മഹാവിപത്തിൽ നിന്ന് മോചനം നൽകണേ അല്ലാഹ്. നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഒരുപാട് പാപങ്ങൾ, ഒരുപാട് തിന്മകൾ ഞങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ചെറുതും വലുതുമായി, രഹസ്യമായും പരസ്യമായും, അറിഞ്ഞും അറിയാതെയും ചെയ്ത ഞങ്ങളുടെ പാപത്തിന്റെ കറ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. ഫലസ്തീനികൾ, അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമായതിന്റെ പേരിൽ പ്രയാസപ്പെടുന്നവർ, ആക്രമിക്കപ്പെടുന്നവർ, അവർക്ക് നീ സഹായം നൽകണേ അല്ലാഹ്. അവർക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് നീ പ്രതിഫലം നൽകണേ അല്ലാഹ്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا مقاما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار آمين آمين برحمتك يا أرحم الراحمين.